ഇന്ന് സർക്കാർ മനസ്സിലാക്കി ഇവരിങ്ങനെ ആക്രമിക്കാനാണ് തീരുമാനം, ഈ വിഷയത്തിൽ ബഹളം കൂട്ടാനാണ് തീരുമാനം, സഭാ സെഷൻ ഈ മട്ടിൽ കൊണ്ടുപോകാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള ഉറപ്പിലാണ് ഇന്ന് സർക്കാർ വന്നത്, അല്ലെങ്കിൽ ഭരണപക്ഷം വന്നത്. അവർ മന്ത്രിമാരാണ് മുന്നിട്ടിറങ്ങിയത്. ഇപ്പം പി രാജീവ് ആയിക്കോട്ടെ, എം പി രാജേഷ് ആയിക്കോട്ടെ, രാജൻ മിനിസ്റ്റർ ആയിക്കോട്ടെ, ഇപ്പുറത്ത് വി ശിവൻകുട്ടി ആയിക്കോട്ടെ, ഇവരെല്ലാം കെ എൻ ബാലഗോപാൽ, ഇങ്ങനെ 5 മന്ത്രിമാരാണ് എഴുന്നേറ്റ് നിന്നിട്ട് നേരിട്ട് അങ്ങോട്ട് ആക്രമണം അഴിച്ചുവിട്ടത്. അപ്പോൾ മാത്രമല്ല അതിനകത്തൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ പറഞ്ഞ പേരുകാരെല്ലാം ഈ വിഷയങ്ങൾ നല്ല വൃത്തിക്ക് അവതരിപ്പിക്കാൻ ശേഷിയുള്ളവരാണ്. അപ്പോൾ അപ്പുറത്തുനിന്ന് പ്രതിപക്ഷ നേതാവ് ഈ ശബ്ദം ഉയർത്തുന്നു, അതിനെതിരെ ഈ ആക്രമണം ഉണ്ടാകുന്നു. മാത്രമല്ല ഈ വളരെ സഭാ നടപടികളെ വളരെ തന്ത്രപരമായി കൈകാര്യം ചെയ്യുന്നവരാണല്ലോ ഇവരെല്ലാവരും. പ്രതിപക്ഷം വെല്ലിലിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മൈക്ക് കിട്ടത്തില്ല, അതാണ് വസ്തുത. പ്രതിപക്ഷം ചാടി വെല്ലിലിറങ്ങി, പിന്നെ അവർക്ക് മൈക്കില്ല, മൈക്ക് ഇപ്പുറത്താണ്. ആ മൈക്ക് കിട്ടിയത് നന്നായി ഇവർ പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. ഭരണപക്ഷം, ഓർഡറിലുള്ളത് ഭരണപക്ഷമാണ്. അതുകൊണ്ട് തന്നെ അവർ വളരെ കൃത്യമായി കാര്യങ്ങൾ ഈ വിഷയത്തിൽ അവർക്ക് പറയാനുള്ള പോയിന്റുകൾ ഒരു അടിയന്തര പ്രമേയം വന്നാൽ പറയേണ്ട മട്ടിൽ അവർക്ക് പറഞ്ഞു വയ്ക്കാൻ ഇപ്പോൾ ഇന്ന് കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് അവിടെ ഒറ്റയ്ക്ക് നിന്ന് പോരാടിയതാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ്. അപ്പോൾ അങ്ങനെ തോന്നാനൊരു കാരണം, ഇപ്പോൾ കഴിഞ്ഞ തവണ രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിൽ പ്രതിപക്ഷത്തെ എല്ലാവരും ഒരുമിച്ച് നിന്നിരുന്ന ഒരു സാഹചര്യമില്ല. ഇത്തവണ പക്ഷേ വെല്ലിലിറങ്ങുന്നുണ്ട്, ബഹളം വെക്കുന്നുണ്ട്, അവർ ഡയസിൽ കയറാൻ ശ്രമിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഒപ്പം നിൽക്കുന്നുണ്ടെങ്കിലും ഈ സംസാരിക്കാൻ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് മുന്നിട്ട് ഇറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യമുള്ളത്. സഭയ്ക്ക് വെളിയിൽ രമേശ് ചെന്നിത്തല കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്.